അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 27ാമത്തെ ബാബ്. മുസ്ലിമീങ്ങൾക്കുള്ള ഹുറുമാത്തുകളെ ബഹുമാനിക്കുക, അങ്ങനെ ഹക്കുടെ ബയാനാക്കടെ, അതുപോലെ അങ്ങോട്ട് കൃപ കാട്ടണം, കരുണ കാട്ടണം, ഇതെല്ലാം വിവരിക്കടെ ബാബ്. അതിൽ 4ാമത്തെ ഹദീസായിട്ട് ഇണ്ട് വിവരിക്കുന്നുണ്ട്. ഹദീസ് നമ്പർ 225. വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിട്ട് ഹദീസ് റിപ്പോർട്ട് കാലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്ന് ഖബ്ബലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തം കൊടുത്തത് ആർക്ക്? അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു മോനായ ഹസൻ റളിയല്ലാഹു, അതായത് നബിയുടെ പുള്ളി മോലെ മോനും, നബിയുടെ മോളായിട്ട് ഫാത്തിമ ബീവി, ഫാത്തിമ ബീവിയുടെ മാപ്പിളായിട്ട് അലി റളിയല്ലാഹു, ആ അലി റളിയല്ലാഹുവിന്റെ മോനായിട്ട് ഹസൻ. അപ്പൊ നബിയുടെ പുള്ളിയായിട്ട് മോലെ മോനായിട്ട് ഹസൻ റളിയല്ലാഹു, ഹസൻ റളിയല്ലാഹുവിന്റെ നബി തങ്ങൾ ചുംബിച്ചിട്ട്. വൈന്ദുൽ അക്രോബിന് ഹാബിസ്, അവിടെ അക്രോബിന് ഹാബിസ് ഉണ്ട്. അക്രോബിന് ഹാബിസ് എന്നുള്ളത് സ്വഹാബി ആയിട്ടിട്ട് നബിയെ കൊണ്ട് വിശ്വസിച്ച ആൾ തന്നെ ആയിട്ടിട്ട് അയാളിന്തവൻ ഫഖാല അക്ര. അപ്പൊ അക്രോബിന് ഹാബിസ് റളിയല്ലാഹു ചെന്ന് ഇന്നലി അശറത്ത മിനൽ വലദി, നക്ക് മക്കളിൽ നിന്ന് 10 ഉണ്ട്, 10 മക്കളുണ്ട് നിനക്ക്. മാ ഖബ്ബൽതു മിന്നും മഹദൻ, നാനൊരാളെയും ചുംബിച്ചിട്ടില്ല. ഫനളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, നബി തങ്ങ അയാളെ കൊണ്ട് നോക്കിയിട്ട് ചെന്ന് മല്ലാ യർഹം ലാ യുർഹം, കരുണ കാട്ടാത്തങ്ങൾക്ക് അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് കരുണ ചെയ്യപ്പെട്ടതല്ല. മുത്തഫഖുൻ. അപ്പൊ എന്തായിട്ട് ഈ അക്രബിന് ആബിസ് അയാള് നബി തങ്ങൾ ഇത്ര വലിയ സ്ഥാനത്തുള്ള ആള് എന്റെ മോന്റെ പുള്ളിയുടെ മുത്തരമാണ് അല്ല, അയാൾ അതൊരു ഇത് ശരിയല്ല എന്ന രീതിയിലായിട്ട് കണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ കൊടുത്ത മറുപടി ആയിട്ട് കരുണയില്ലാത്തങ്ങളെ കൽബ് അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് കരുണ കിട്ടില്ല എന്നുള്ളത്. അപ്പൊ അക്രബിന് ഹാബിസ് തന്നെ അയാൾ ഇസ്ലാം വന്നാൽ തന്നെ, പക്ഷെ ഇസ്ലാമുടെ തുടക്കത്തിലെ എല്ലാ ആളുമാറും ചില ഒരു ദിക്ർ എന്നല്ലാണ്ട് അയാള് പിന്നെ അങ്ങക്ക് ഇസ്ലാം കടന്നു പറയുമ്പോൾ അങ്ങനെ പല സ്വഭാവങ്ങളൊക്കെ ഇക്കിട്, അത് ഒരടിക്ക് ചേഞ്ച് ആവില്ലല്ലോ. അപ്പൊ അതങ്ങ് പിന്നെയായിട്ട് പഠിക്കരുത്. അപ്പൊ അയാള് 10 മക്കൾ എന്നിട്ട് ഒരു മക്കളെയും ചുംബിച്ചിട്ടില്ല എന്നായിട്ട് അയാൾ ചൊല്ല, അത് വലിയൊരു പിന്നെ ഒരു ഗൗരവമായിട്ട് അയാൾ കാട്ടുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ വേണ്ട രീതിയിൽ തന്നെ ഉത്തരം കൊടുത്ത് തന്നെ, കൽബിൽ കരുണയില്ലെങ്കിൽ പിന്നെ എന്താക്കാവില്ല, ഞങ്ങൾക്കെന്തും അത് ചെയ്ത് തറക്കാവില്ല എന്നുള്ളത്. അപ്പൊ ഇതേ രീതിയിലുള്ള ഹദീസ് ആയിട്ട് നെക്സ്റ്റ് പണ്ടത് 226ാമത്തെ ഹദീസ്. വാൻ ആയിഷത്ത റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചന്ത് ഖദിമ നാസു മിനൽ അറാബ്, അറാബികളിൽപ്പെട്ട ചില മനുഷ്യന്മാർ വന്നത്, മുന്നിട്ട് വന്നു എന്നർത്ഥം. അറാബികൾ ചെന്നെങ്കിൽ ഈ ചില ആൾമാരെ ഇടയിൽ ജീവിക്കുന്ന ചില ദൂരത്തിലായിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് വിട്ട് ജീവിക്കണമെങ്കിൽ ആൾമാർ. അപ്പൊ അങ്ങനത്തെ ഈ എന്തായിട്ടില്ല മനുഷ്യന്മാരായിട്ട് ഇടപെരങ്ങിയിട്ടുള്ള സ്വഭാവം കിക്കില്ല, ചില കടുപ്പായിട്ട് അങ്ങനെ സ്വഭാവം. അപ്പൊ അങ്ങനത്തെ ആൾമാരായിട്ട് വന്ന് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഫഖാലു, അങ്ങ് കേട്ട തുഖബ്ബിലൂന സുബിയാനക്കും, നിങ്ങളെ മക്കളെ നിങ്ങൾ ചുംബിക്കാറാന്നുള്ളത്. ഫഖാലന, അപ്പൊ നബി തങ്ങൾ ചെന്ന് അതെ. ഖാലു, അങ്ങ് ചെന്നത് ലാകിന്ന വല്ലാഹി മാ നുഖബ്ബിലു, ഞങ്ങൾ ചുംബിക്കില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ ചെന്ന് അവ അംലികു ഇൻ കാന അല്ലാഹു നസഅ മിൻ ഖുലൂബികും റഹ്മ, നിങ്ങളെ ഖൽബിൽ നിന്ന് അല്ലാഹു റഹ്മത്തിനെ ഊരിയെടുത്തെങ്കിൽ അത് ഇട്ട് തറകു നന്റെ കൊണ്ട് സൗടാ, ഞാനത് കൈവശം നക്കാത്ത ശക്തി ഉണ്ടാ. അള്ളാഹു താല നിങ്ങളെ കൽബിൽ നിന്ന് റഹ്മത്തിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് തറകു എന്റെ കൊണ്ടാവിട എന്നുള്ളത്. മുത്തഫഖുൻ അലൈഹി. അപ്പൊ അത് നുബാഴത്തെ സംഭവം വേറമോ, അതായത് അയാൾ നിങ്ങൾ മക്കളെ ചുംബിക്കാൻ വേണ്ടി കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി തന്നെ ഏറ്റിക്കണേ. ആ വന്ന ആള് ഈ കേട്ടാലും അത് നുബാടിച്ചെന്ന അക്രബിന് അബിസോ വേറാലോ, ഏതായാലും അയാൾ എന്തായിട്ട് ഇതിലൊരു ഇത് ശരിയല്ല, ഇതൊരു വലിയ സ്ഥാനത്തുള്ള ആൾ ചെയ്യേണ്ടതല്ല എന്ന് ഇതാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ കൊടുത്ത മറുപടി ആയിട്ടിക്കണേ, നിങ്ങളെ കൽബിലെ റഹ്മത്ത് അള്ളാഹ് എടുത്തിട്ട് ഞാൻ കണ്ടെങ്കിൽ അതിനൊക്കെ ഇട്ട് തുറക്കണം. അപ്പൊ മക്കളെ ചുംബിക്കുക എന്നുള്ളത്
അത് മക്കളൊക്കെ കാട്ടിക്കാറുണ്ട് കൃപയായിട്ടിക്കണം. അപ്പൊ മക്കളൊക്കെ ആ റഹ്മത്ത് കാട്ടണം എന്നതായിട്ടിക്കട്. അപ്പൊ ആ റഹ്മത്ത് കാട്ടുന്നതിന്റെ ഭാഗമായിട്ടിക്കട് മക്കളെ ചുംബിക്കുക എന്നുള്ളത്. അപ്പൊ ഞങ്ങളെ മക്കളെ അടുപ്പിക്കുക, ചുംബിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി നബി തങ്ങളോ അപ്പുറം പോകുമ്പോഴത്തേക്ക് ഫാത്തിമ എണീച്ച് നിന്നോണ്ടിന്ത്, നബി തങ്ങൾ മുട്ട ഫാത്തിമ ബീവി ഇപ്പറ പറയുമ്പോ നബി തങ്ങൾ എണീച്ചോണ്ടിന്ത്, മോലെ സ്വാഗതാക്കിയോണ്ടിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആയിട്ടിക്കട് മക്കളിട്ടിക്ക് പെരുമാറിയത്. അപ്പൊ പുള്ളിയായിട്ടിക്കട് നബി തങ്ങളെ ഒത്തു വന്ന് ഓടിക്കളിച്ചോണ്ടിക്കട് മക്കായിട്ടിക്കട് ഹസൻ റളിയല്ലാഹു അൻഹു, അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതൊക്കെ നബിരെ പുള്ളിമാറാ. അപ്പൊ അങ്ങ് ഓടി വന്നോണ്ട് നബിരൊട്ടിയെ പിന്നെ കളിച്ചോണ്ടിരുന്ന മക്കായിട്ടിക്കട് നബിരെ മോലെ മക്കല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുട്ടാക്കിയിട്ടും അങ്ങനെ ചുംബിച്ചോണ്ട്, അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയായിട്ട് ഞങ്ങളെ മക്കളെ ഞങ്ങൾ വളർത്തിയെടുക്കേണ്ടത്. മക്കള് ബേനത്ര പിരിസും കൊടുക്കുക, മക്കളിട്ട് നല്ലോണം നല്ല പലക്ക ചെല്ലുക. അതായത് ഈ മക്കളെ നന്നാക്കിയെടുക്കുള്ള കഴിവും ബെടക്കാക്കുള്ള ജണ്ടും അത് മാതാപിതാക്കളെ കയ്യിലുള്ള. അപ്പൊ മക്കൾ നന്നാവണം കണ്ടെങ്കിൽ മാതാപിതാക്കളായിട്ടിക്കട് ആ മാതാപിതാക്കളെ അബ്ബ ഉമ്മയുടെ പലക്ക നന്നാവുക എന്നതായിട്ടിക്കട് പ്രധാനം. മക്കളെ എത്ര വലിയ ഉയരത്ത് എത്തുവാട്ടതും എത്ര വലിയ സ്ഥാനത്ത് എത്തുവാട്ടതിലും വലിയൊരു ഭാഗം അബ്ബകും ഉമ്മകുമുണ്ട്. അത് ഈ ബാപ്പയും ഉമ്മയും മക്കളൊട്ടക്ക് പെരുമാറേണ്ടതും മക്കളൊട്ടക്ക് പലക്ക പറയേണ്ടതും പലക്ക നന്നാക്കണം. വെറുതെ പോലും ജോറാക്കുമ്പോൾ പോലും വേണ്ടാത്ത പലക്ക ബായിൽ നിന്ന് വന്നു പോണത് തീരാ. മക്കൾക്ക് പറയരുതാവട്ട്, തെറ്റായ കാര്യങ്ങൾ ചെയ്ത് അടിച്ചെങ്കിൽ വലിയ വിഷയമല്ല, അതേ സമയത്ത് പറയരുത്. അത് ചില സമയത്ത് ചില പലക്കങ്ങൾ എന്തായിപ്പോണ്ട് അത് മക്കൾക്ക് താകിപ്പോണ്ട്, അത് പിന്നെ എന്താക്കുന്നതല്ലേ. അപ്പൊ ഞങ്ങൾ ചെറിയതിൽ തന്നെ മക്ക എന്തെങ്കിലും ഉപദ്രവിക്കാൻ അടിച്ചെങ്കിൽ അത് അവിടേക്ക് തീരും, അതേ സമയത്ത് പലക്ക തീരില്ല എന്നുള്ളത്. ചിലത് മക്കളെ കൽബിൽ പിടിച്ചു നിൽക്കണം ചില പലക്കങ്ങളൊക്കെ. അപ്പൊ എന്താക്കണം ചെന്നെങ്കിൽ ബാപ്പയും ഉമ്മയും നല്ല പലക്കായിട്ട് മക്കളിട്ട് പെരുമാറി ചൊല്ലേണ്ടത്. ഒരിക്കൽ പോലും ഒരു വെടക്ക് ചൊല്ല നെഗറ്റീവായിട്ടുള്ള പലക്കൊന്നും വറകുത്തീര, ബാപ്പയുടെ ഭാഗത്തിൽ നിന്നും വറകുത്തീര, ഉമ്മയുടെ ഭാഗത്തിൽ നിന്നും വറത്തീര. എത്രയോ വലിയ സ്ഥാനത്ത് എത്തിയ ആൾമാരുള്ളവർ ഒക്കെ ബാപ്പ ഉമ്മടെ കൊണ്ട് സ്ഥാനത്ത് വലിയ സ്ഥാനത്ത് എത്ര മക്കളെ വലിയൊരു സ്ഥാനത്ത് എത്തുവാറ്റിയതിൽ വലിയൊരു ഭാഗം ബാപ്പയുടെയും ഉമ്മയുടെയും കയ്യിലുണ്ട്. അപ്പൊ അതൊക്കെ വേണ്ടത് ഒന്ന് തന്നെയായിട്ട് നാവ് ജാഗ്രതയാക്കുക എന്നുള്ളത്. നാവില് ഞങ്ങൾ ചിലപ്പോൾ അറസപറം എന്തെല്ലാം ചൊന്നു പോണ്ട അത്തരം ആ സമയത്തായിട്ട് ഇങ്ങനെ അടിച്ചെങ്കിൽ അതവിടെ തീരും. അതേ സമയത്ത് നാവ് കൺട്രോൾ ആക്കണം. ഞാൻ എപ്പോഴും മക്കളെ നിസാരപ്പെടുത്തരുത്, എപ്പോഴും നെഗറ്റീവ് മക്കളെ ചൊന്നോണ്ടിട്ട് എപ്പോഴും പിന്നെ വേണ്ടാത്തത് ചൊല്ലേ പറയിടേ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എന്താക്കണം സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇത് തെറ്റായ കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ ചെയ്തെങ്കിലും മക്കൾ എന്താക്കാം അതൊക്കെ ജോറാക്കുക ഇതാക്കുക ചെയ്യുക. അതേസമയത്ത് ജോറാക്കട എന്നുള്ളത് ഈ ജോറാക്കുമ്പത്ത് ഉപയോഗാക്കേണ്ട പദങ്ങളായിട്ടാണ് ഞങ്ങൾ നോക്കേണ്ടത്. ഉമ്മാവട്ട് ബാപ്പാവട്ട് അത് മക്കൾക്ക് ചൊന്നേൻ കണ്ടെങ്കിൽ ആ പലക്ക താകിട വേഗ, അതായത് അത് മക്കളുടെ സ്വഭാവത്തിക്ക് അതിൽ എഫക്റ്റ് ഉണ്ടാവും. ബാക്കി ഞങ്ങൾ ചൊന്നതുപോലെ അല്ല. അപ്പോൾ ഞങ്ങൾ എന്താക്കട പിന്നെ ചെറിയ ജനിച്ചപ്പോ മീൻസുള്ള എന്തെങ്കിലും ഞങ്ങൾ മക്കളെ പിന്നെ ചില പണിപ്പാട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഇതാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലക്കത്തില് ഇത് നീ കളവ് ചൊല്ല്, നീ കക്കിട്, ഇങ്ങനെയുള്ള ചിലത് എന്താക്കണ ഞങ്ങൾ അനാവശ്യമായിട്ട് ചൊല്ലതുണ്ട്. ഹറാമായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മക്കളെ അടിക്കേണ്ടത് കടിക്ക, ജോറാക്കേണ്ടത് ജോറാക്ക. പക്ഷെ ഈ ജോറാക്കേണ്ട പലക്കയും അടിക്കേണ്ട രീതിയുമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ചൊല്ലിന്റെ പലക്കായിട്ട് കൂടുതൽ ഞങ്ങളിപ്പോ എൻ്റെ ഏറത്തിലും കണ്ടത് മാതാപിതാക്കള് പലക്ക, അതായത് നാവ് അർസത്തിൽ പലതും ചൊന്നുകൊണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിന്റെ എഫക്ട് അത് മക്കളുടെ ജീവനത്തെ അങ്ങനെ ആയുസ് കാലം അങ്ങോട്ട് കൂടി നിൽക്കുക എന്നുള്ളതായിട്ട്. അപ്പൊ എന്താക്കാം ജോറാക്കുന്ന അടിക്ക ജോറാക്ക. അതേ സമയത്ത് ഈ ഇത്തരം നീ இந்த കള്ളടെ പോലെ ആക്കടി അത് ചൊല്ല തീര. പിന്നെ കക്കൊക്കെ തീരാണ്ട് ചൊല്ല, നീ വേറെ ആരത് കക്കൊക്കെ തീരാണ്ട് മക്കൾക്ക് ചൊല്ല. നീ കള്ളടെ പോലെ ആക്കര എന്തേന്റെ ഉമ്മ കേക്ക തീര.
അതൊരു ശാപത്തെ പോലത്തെ പലക്കം. അത് മക്കൾ പിടിച്ച് നിൽക്കുന്നത്. അത് പിന്നെ ഉമ്മം ബാപ്പ ചെന്നത് അത് പിന്നെ ബാക്കി അങ്ങ് ചെന്നത് പോലെയല്ല. പല കാര്യങ്ങളിലും അങ്ങനെയാണ്. നിനക്ക് കണ്ണ് കാണില്ലേ, നിന്റെ കണ്ണ് പൊട്ടു, കൈ പൊള്ളവിടെ, ഇങ്ങനത്തെ പല പലക്കങ്ങളായിട്ടിക്കട. അത് ശ്രദ്ധിക്കണം എന്നുള്ളതായിട്ടിക്കട. അപ്പൊ മക്കളെ സ്വഭാവം നന്നാവണമെങ്കിൽ മക്കളുടെ അടുത്തുള്ള പെരുമാറ്റം നല്ലാവണം. മക്കളെ ചുംബിക്കണം. അത് ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ തന്നെ ആയിട്ടിക്കട് എന്നുള്ളത്. ഹദീസ് നമ്പർ 227. وعن جرير بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ ലാ യർഹം അന്നാസ, ജനങ്ങൾക്ക് കരുണ കാട്ടാത്തവൻ ലാ യർഹംഹുല്ലാഹ്, അല്ലാഹു അവനക്ക് കരുണ കാട്ടില്ല. മുത്തഫഖുൻ അലൈഹി. അപ്പോ ജനങ്ങൾക്ക് കരുണ കാട്ടേ, കൃപ കാട്ടേ, അങ്ങനെ കൃപ കാട്ടണമെങ്കിൽ അള്ളാഹും കൃപ കാട്ടും. ജനങ്ങളുടെ കരുണ കാട്ടാത്തവൻ അവൻ എന്താവില്ല, അവനക്ക് അള്ളാഹും കരുണ ചെയ്യില്ല, റഹ്മത്ത് ചെയ്യില്ല. അപ്പൊ അള്ളാഹുടെ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുടെ റഹ്മത്ത് കൊണ്ടേ രക്ഷപ്പെടുത്തോടെ. മുത്തഫഖുൻ അലൈഹി. അപ്പൊ അള്ളാഹുടെ റഹ്മത്ത് കിട്ടണമെങ്കിൽ ജനങ്ങളുടെ റഹ്മത്ത് കാട്ടണം. റഹ്മത്ത് എന്നുള്ള കരുണ എന്നുള്ള കൃപ, ദയാലുനങ്ങ ചൊല്ല. അപ്പോ മനുഷ്യന്മാരൊട്ടുക കരുണ കാട്ടുക എന്നുള്ളത് അത് അള്ളാഹുടെ റഹ്മത്ത് കിട്ടുക കാരണമായിട്ട്. അള്ളാഹുടെ റഹ്മത്ത് കിട്ടിയാൽ മാത്രമേ ഖബറിലും ആഖിറത്തിലും രക്ഷപ്പെടുക സാധ്യമുള്ളൂ, സ്വർഗത്തിലെത്തും സാധ്യമുള്ളൂ. അള്ളാഹുടെ റഹ്മത്തില്ലെങ്കിൽ സ്വർഗത്തെത്തും സാധ്യമില്ല. അപ്പൊ എന്താവണം, നിങ്ങൾ മനുഷ്യന്മാരൊട്ടി കരുണയുള്ളങ്ങാവണം. വെറുതെ ഒരു മനുഷ്യരുടെ ഇറങ്ങേറാക്കടെ, വെറുതെ ഒരു മനുഷ്യരുടെ ഉപദ്രാക്കടെ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക തീരാം. അപ്പൊ അതുള്ള എന്താ അള്ളാഹുടെ റഹ്മത്ത് കിട്ടാണ്ടിക്കവും അള്ളാഹുടെ റഹ്മത്ത് നഷ്ടപ്പെടുക കാരണവും. അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുക. അവിടെ അള്ളാഹു അത്തരം സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാവരെയും അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഞങ്ങൾക്ക് അടുത്ത ഹദീസ് അടുത്ത ക്ലാസ്സിൽ കാതു കൊടുക്കാം. അള്ളാഹു കാതൊടുക്കുക എല്ലാ ഓരോരുത്തർക്കും അള്ളാഹു ധാരാളം ബർക്കത്ത് ചൊരിച്ചു തരട്ടെ. ദുആ വസിയത്തോടു കൂടെ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ആക്കുക, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് ഷെയർ ആക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.